ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അയൽക്കാരായിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പം ഒരു ഇരുട്ടി തുടങ്ങിയ രാത്രിയുടെ കഥയായതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനെ വീട്ടുകാരെല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അത്യാവശ്യം 25 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രി സമയത്ത്, ആ ഒരു മഴ സമയത്തൊക്കെ നടക്കുന്ന ഒരു കഥയാണ് ഇന്നത്തെ ഈ ഒരു കഥാവിഷയം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ പുതിയ കഥകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ മടിക്കണ്ട. അപ്പം നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. സമയം അപ്പോഴേക്കും 9 മണിയായിരുന്നു. പുറത്ത് നല്ല ഇരുട്ടും ചെറിയൊരു മഴയും ചാറ്റലുമുണ്ട്. ഞാനും മീരച്ചേച്ചിയും ഉമ്മറപ്പടിയിൽ മീരച്ചേച്ചിയുടെയും എൻ്റെയും അമ്മയെ നോക്കിയിരിപ്പാണ്. കുഞ്ഞു പ്രായത്തിലെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഉമ്മറപ്പടിയിൽ വന്ന് കിഴക്കോട്ട് നോക്കി അങ്ങനെ ഇരിക്കും. അമ്മയോ അച്ഛനോ എൻ്റെ വീട്ടിൽ വരാൻ വൈകിയാൽ തന്നെ എന്നെ നേരത്തെ തന്നെ അവർ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യും. എടാ കുട്ടാപ്പി, അവരെ കാണുന്നില്ലല്ലോ. മീരച്ചേച്ചി അത് പറയുമ്പോൾ ഞാൻ മീരച്ചേച്ചിയെ ഒരു നിമിഷം നോക്കി. പൂച്ച കണ്ണുകളാണ് മീരച്ചേച്ചിയുടേത്. അത് രാത്രിയിൽ വല്ലാണ്ട് തിളങ്ങുന്നുണ്ട്. പലപ്പോഴും അത് കാണാൻ കുഞ്ഞു പ്രായത്തിലെ നല്ല ഭംഗിയാണ്. എൻ്റെ മീരച്ചേച്ചി എന്നെ വെറുതെ ഇങ്ങനെ കുട്ടാപ്പി എന്നൊന്നും വിളിക്കണ്ട. ഞാൻ കുഞ്ഞു കുട്ടിയൊന്നുമില്ലല്ലോ. എനിക്കിപ്പോൾ 25 വയസ്സായിട്ടുണ്ട്. അയ്യടാ, വലിയൊരു പുരുഷൻ വന്നിരിക്കുന്നു. നീ ഇപ്പോഴും ഇക്കിളി മാറാത്തൊരു കുട്ടി തന്നെയാണ്. മീരേച്ചി അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു പ്രായം ഓർത്തു. കുഞ്ഞുപ്രായത്തിൽ എന്നെ തൊടാൻ വരുമ്പോൾ ആ ഒരു സമയമെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ട് ഓടും എന്നമ്മ പറഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ മീരച്ചേച്ചി ഇപ്പം എന്നോട് അങ്ങനെ പറഞ്ഞതും. മഴയുടെ വരവിന് നല്ല സാധ്യതയുണ്ട്. ഞാൻ ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ മീരച്ചേച്ചി എന്നെയും നോക്കി. നീ എന്ത് നോക്കിയിരിക്കുക എൻ്റെ ചെക്ക? എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. അയ്യേ, ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ചേച്ചി ഇങ്ങനെ പേടിക്കേണ്ട ആളൊന്നും അല്ലല്ലോ. ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാല് ജീവിതകാലം മൊത്തം ഇങ്ങനെ പേടിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. എടാ, അത് പിന്നെ സമയം 10 ആവാറായില്ലേ. ആരെയും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുവാണോ എന്തോ. ചേച്ചി ഇങ്ങനെ പേടിക്കാതെ. എന്നെ പോലെ ഒരു പുരുഷ കേസരി ഇവിടെ ഇല്ലേ? പിന്നെ നീ ഇങ്ങനെ പേടിക്കുന്നേ? അയ്യേ, ഒരു പുരുഷ കേസരി. രാത്രിയായ ജനാലയ്ക്കോട് മുള്ളുന്ന നീയാണോ ഒരു പുരുഷ കേസരി? ഒന്ന് പോടച്ചക്ക. ചേച്ചി ആ സമയത്ത് അതങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തല അല്പം ഒന്ന് താഴ്ത്തി. തമാശ പറഞ്ഞതാണെങ്കിലും അങ്ങനെ പറയുമ്പോ ആർക്കാണെങ്കിലും വിഷമം തോന്നില്ലേ? എന്താടാ, നിനക്ക് വിഷമമായോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ചുമ്മാ പിണങ്ങാതട ചെക്ക. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലേ. മീര ചേച്ചി അത് പറയുമ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ഞങ്ങളങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മീര ചേച്ചി അത് പറഞ്ഞത്. എടാ, അവിടെ നിന്ന് ആരോ വരുന്നുണ്ട്. അത് കുടിയമ്പപ്പു ആണെന്ന് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും അകത്ത് കയറിയാലോ? നമ്മളെ കണ്ട പിന്നെ അയാൾ ഇവിടുന്ന് പോകത്തില്ല. നല്ല ഉപദ്രവവും കാര്യങ്ങളൊക്കെയാണ് അയാള്. മീര ചേച്ചി പറഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഞാൻ കേട്ടു. ഞാൻ അകത്തേക്ക് കയറി, കൂടെ മീര ചേച്ചിയും. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചേച്ചി നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. കൊടിയും പപ്പുനെ ചേച്ചിക്ക് കുഞ്ഞുനാളെ മുതൽക്കേ പേടിയാണ്. അയാൾ ചിലപ്പോൾ ഉപദ്രവിക്കാൻ വരും. അതാണ് ചേച്ചി പേടിച്ചു പോയതും. എടാ, നീ ഒന്ന് നോക്കിയേ, അയാൾ പോയോ എന്ന്. അല്ലെങ്കിൽ ആ ചെടിയുടെ എവിടെയെങ്കിലും കയറിയിരിക്കും. നമ്മൾ ഇറങ്ങുമ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഞാനത് കേട്ടപ്പോൾ തന്നെ ജനാല വഴി പുറത്തേക്കൊന്ന് നോക്കി. ആ മനുഷ്യനെ അവിടെയൊന്നും കാണുന്നില്ല. പക്ഷേ എന്നെ കുറച്ച് കളിയാക്കിയതല്ലേ. ആ നിമിഷം അതാലോചിച്ച് പേടിച്ച് നിൽക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കൊന്നുകൂടി ഒന്ന് പേടിപ്പിക്കാൻ തോന്നി. ചേച്ചി, അയാൾ പോയിട്ടൊന്നുമില്ല. ആ ചെടിയുടെ ഇടയിൽ എന്തോ അനങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് കേട്ടപ്പോൾ തന്നെ മീര ചേച്ചി നല്ല പോലെ ഒന്ന് പേടിച്ചു. അത് കാണുമ്പോൾ ഞാൻ ചിരി അടക്കി പിടിച്ചെന്ന് ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നു. ഞാനൊരു ബെഡിൽ കയറി നിന്ന് ജനാല വഴിയായിരുന്നു പുറത്തേക്ക് നോക്കിയത്. മീര ചേച്ചിനെ കണ്ടതും അവരും ആ ബെഡിലേക്ക് വലിഞ്ഞു കയറി. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. മീര ചേച്ചി എന്തോ തിരയുന്നത് പോലെ.
എന്നെ തൊട്ടരികിൽ വന്ന് നിന്നിട്ട് ജനാലിൽ കൂടി പുറത്തേക്ക് നോക്കി. എടാ, എവിടെയാ നീ കണ്ടേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ചേച്ചി ദേ അങ്ങോട്ട് നോക്കിയേ, കൊടിയമ്പപ്പൂ അവിടെ തന്നെയുണ്ട്. ദേ അവിടെ ഒരു ചെടി അനങ്ങുന്നത് കണ്ടോ? ചേച്ചി മുൻപേ നട്ടുവെച്ചൊരു റോസാ ചെടിയുടെ തൊട്ടരികിലായിട്ട് ആ നിൽക്കുന്ന ചെടിയുടെ അടിയിൽ എന്തോ നനങ്ങുന്ന കണക്കില്ലേ? ചേച്ചി, കൊടിയമ്പപ്പൂ അവിടെ തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. നീ ഒന്ന് പതിയെ പറയണ്ട ചെക്ക, അയാൾ കേക്കും എന്ന് പറഞ്ഞ് എൻ്റെ വായിൽ പൊത്തിപ്പിടിച്ച് മീര ചേച്ചി. ആ സമയം ഞാൻ മീര ചേച്ചി ഒന്ന് നോക്കി, ചേച്ചി എന്നെയും. എന്താടാ ചെറുക്ക ഇങ്ങനെ നോക്കുന്നത്? അത് അത് ചേച്ചിയുടെ പേടി കണ്ടിട്ട് നോക്കിയതാ. ഇങ്ങനെ പേടിക്കാതുണ്ട് ചേച്ചി. നിനക്കത് പറയാം, നീ ഒരു ആൺകുട്ടിയല്ലേ. എന്നാൽ എൻ്റെ കാര്യമോ, ഞാനൊരു പെൺകൊച്ചല്ലേടാ. ഓ, 29 വയസ്സുള്ള ആളെ പെൺകൊച്ചെന്ന് ആരെങ്കിലും പറയോ? എൻ്റെ ചേച്ചി, ദേ നിനക്കൊരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് കൈകൊണ്ടൊരടി തന്നു. എടാ, അയാൾ പോയോ? എന്നൊന്ന് പുറത്തേക്കിറങ്ങി നോക്കടാ. അത് പറഞ്ഞു തീർന്നതും അതുവരെ ഉണ്ടായിരുന്ന കറണ്ട് പെട്ടെന്ന് തന്നെ പോയി. മുറ്റത്തും അകത്തും എല്ലായിടത്തും ഇരുട്ട് തന്നെ. ഇരുട്ടിൻ്റെ ഒരു ഘോഷയാത്ര പോലെ തമ്മിൽ തമ്മിൽ പരസ്പരം കാണാൻ പോലും കഴിയുന്നില്ല. അത്രത്തോളം ഇരുട്ടായിരുന്നു. പുറത്തെ മഴയുടെ തണുപ്പ് അകത്തേക്ക് അടിക്കുന്നുണ്ട്. എന്തോ അത് വല്ലാത്തൊരു രസം പോലെ തോന്നി. മീര ചേച്ചിക്ക് ഇരുട്ട് പേടിയായതുകൊണ്ട് തന്നെ നല്ലപോലെ പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചുറ്റും നല്ല ഇരുട്ടാണ്. ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാൻ പോലും കഴിയുന്നില്ല. എടാ, എനിക്ക് പേടിയാവുന്നടാ. ഇതെന്താ ഇതുവരെ ആരും വരാത്തത്? അവർ ചിലപ്പോ തിരക്കായി പോയി കാണും ചേച്ചി. ചേച്ചി വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ പതുക്കെ കട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നെ കൂടി കൊണ്ടുപോ എന്നുള്ള ചേച്ചിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പതുക്കെ എൻ്റെ കൈ ചൂണ്ടിക്കാണിച്ചു. ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് കട്ടിലിന് താഴേക്ക് ഇറങ്ങി. പെട്ടെന്നെന്തോ ചാറ്റൽ മഴ പുറത്ത് പെയ്തു തുടങ്ങി. അയ്യോ, എടാ, മഴ പെയ്യാൻ തുടങ്ങി. തുണിയൊന്നും പുറത്തുനിന്ന് എടുത്തിട്ടില്ല, അമ്മ വന്ന എന്നെ തല്ലിക്കൊല്ലും. മീരച്ചിയുടെ അമ്മ പുറത്ത് പോയ ആ സമയത്ത് പറഞ്ഞതായിരുന്നു തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തിടാൻ. പക്ഷേ മഴ പെയ്യുമെന്ന് ഞങ്ങൾ രണ്ടുപേരും കരുതിയിരുന്നില്ല. മീരച്ചേച്ചി ആ സമയം ടെൻഷൻ അടിച്ചത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചേച്ചിയോടൊരു ദയനീയത തോന്നി. തുണി ഞാൻ എടുത്തിട്ടാൻ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയതും മഴ ഉറച്ചു പെയ്യാൻ തുടങ്ങി. ഇടിയും മിന്നലും എല്ലാം ഒരു നിമിഷം ഞാൻ നോക്കി നിന്നു. ഞാൻ അതിങ്ങനെ നോക്കി നിശ്ചലമായി നിന്നു. മഴ നന്നായിട്ട് ഉറച്ചു പെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ തുണിയും പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് അത് നനഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപാട് തുണിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്നും വേഗം വേഗം എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് വീടിൻ്റെ പടിയിൽ നിന്ന് ചേച്ചി എൻ്റെ തൊട്ടരികിലായി വന്ന് നിൽക്കുന്നു. എടാ, ഇനിയുള്ളത് ഞാൻ എടുത്തോളാം, നീ കയറിപ്പൊക്കോ. ഞാൻ നിമിഷം അവിടേക്ക് നോക്കിയതും അത് ചേച്ചിയുടെ മാത്രം തുണികളായിരുന്നു. സ്വകാര്യ വസ്ത്രങ്ങൾ മുതൽ വീട്ടിൽ ഇടുന്ന തുണികൾ വരെ ഉണ്ടായിരുന്നു. ചേച്ചി, ഞാൻ എടുത്തോളാം ചേച്ചി എന്ന് പറഞ്ഞ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു നിമിഷം കൊണ്ട് ചേച്ചി എന്നെ തള്ളി മാറ്റി. ചേച്ചി ഒരു സൂപ്പർമാനെ പോലെ മുഴുവൻ തുണികളും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ വാരിയെടുത്തു. വാടച്ചെറുക്കാൻ മഴ നനയാതെ അകത്തോട്ട് കയറി നിൽക്കി. ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാൻ ആ ഒരു നിമിഷം റോഡിലേക്ക് നോക്കുമ്പോൾ എന്തോ നനങ്ങുന്നത് പോലെ. ചേച്ചി ദേ അവിടെ ആരോ നിപ്പുണ്ട്. ഒരു വെള്ള മുണ്ട ഷർട്ട് വരുന്ന വേഷം. മഴ നനയാതിരിക്കാൻ കുട പിടിച്ചിട്ടുണ്ട്. ഏതൊരു വഴിപോക്കനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇരുട്ടിന്റെ മറവിൽ ആകാശത്തിന്റെ ഒരു ചെറിയ വെളിച്ചത്തിൽ ആ മനുഷ്യനെ ഞാനും അങ്ങനെ നോക്കി നിന്നു. ശരിക്കും അവിടെ ഒരു മനുഷ്യൻ നിപ്പുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തോന്നലാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ അതിങ്ങനെ നോക്കി നിന്നു. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ചേച്ചി ഓടി അകത്തേക്ക് കയറി. അത് കണ്ടതും നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ടുമില്ല, വെട്ടവുമില്ല. ചേച്ചി അകത്തേക്ക് ഓടിയതും ഞാനും കൂടെ അകത്തേക്ക് ചെന്നു. ചേച്ചി നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. എന്ത് പറ്റി ചേച്ചി, എന്തേലും വയ്യായോ? ഞാനത് ചോദിക്കുമ്പോഴും ചേച്ചി എന്നെ ഒന്ന് തുറച്ചു നോക്കി. നീ ഇങ്ങനെ ഇരുന്ന് വെറുതെ മനുഷ്യനെ ഇരുന്ന് പേടിപ്പിക്കല്ലേ. ചേച്ചി അത് പറയുമ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചു. ദേ ചെക്ക, നീ ചുമ്മാ കളിക്കല്ലേ,
രാത്രിയായാലും എനിക്ക് പേടിയാവുമേ. ഞാൻ ഒരു നിമിഷം മാറി അങ്ങനെ കട്ടിലിരുന്നു. അതെ, ഈ പേടിക്കുന്ന ആള് കുറച്ചു നേരം ഇങ്ങോട്ട് കയറിയിരുന്ന ചിലപ്പം പേടി കുറയട്ടോ. ഞാനത് പറയുമ്പോ ചേച്ചി എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അപ്പോ അത് വേണ്ടട്ടോ, അത് ചിലപ്പോ ശരിയാവില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല, നീ വലിയ കുട്ടിയല്ലേ ഇപ്പോ. അപ്പോ രാത്രി സമയം ഒരുമിച്ചങ്ങനെ രണ്ടുപേരും കൂടെ കട്ടിലിരിക്കാൻ അങ്ങനെ പാടില്ല. ചേച്ചി അത് പറഞ്ഞത് കേട്ടതും അതുവരെ എൻ്റെ മനസ്സിൽ തോന്നിയ കുഞ്ഞു പൊട്ടച്ചിന്തകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു. ഒരു 25 വയസ്സുകാരൻ പയ്യന്റെ മനസ്സിൽ അതേ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ചേച്ചിയുടെ ആ വാക്കുകളിൽ ഞാൻ ഒരു നിമിഷം മൗനമായി അങ്ങനെ നിന്നു. ഞാൻ കുറച്ചു നേരം ചേച്ചിയോട് ഒന്നും തന്നെ മിണ്ടില്ല. ആ സമയം എനിക്ക് ചേച്ചിയോടൊന്നും മിണ്ടാനും തോന്നിയില്ല. എൻ്റെ കുറേ നേരത്തെ അതേ ഇരിപ്പ് കണ്ട സമയത്ത് ചേച്ചി എന്നോടിങ്ങനെ ചോദിച്ചു, എന്താടാ, നിനക്ക് വിഷമമായോ ഞാനങ്ങനെ പറഞ്ഞത്? ഇല്ല. ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി, എത്ര വർഷങ്ങളാണ് ചേച്ചി ഇങ്ങനെ കടന്നു പോയത്. കുഞ്ഞു പ്രായത്തില് ഞാൻ വാശി പിടിച്ച് കരയുമ്പോൾ ചേച്ചി തന്നെയാണ് ഈ കട്ടിലിൽ എന്നെ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തി എൻ്റെ കരച്ചിൽ മാറ്റിയതും. എടാ കുട്ടാപ്പി, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും? ഞാൻ വിചാരിച്ചു നീ ഇതെല്ലാം മറന്നുപോയി കാണുമെന്ന്. പിന്നെ എനിക്കതൊക്കെ മറക്കാൻ പറ്റുമോ? അതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ചേച്ചി. ആ ഒരു പൊടിനാള്, കുഞ്ഞുനാള്, ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കേ, എന്നാലേ ചിലപ്പോൾ എൻ്റെ പേടി പോകും മനസ്സിൽ നിന്ന്. ഞാൻ എന്ത് പറയുന്ന ചേച്ചി, പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ? ആ, അതും ശരിയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ പറയാൻ പറ്റുമോ? നിനക്ക് കോളേജിൽ കൊത്തൊന്നുമില്ലായിരുന്നോ? കൊത്തോ? അതെന്താ ചേച്ചി? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. എടാ, നിനക്ക് പ്രേമം ഒന്നുമില്ലായിരുന്നില്ലേന്ന്. അതായിരുന്നോ? നമ്മളെയൊക്കെ ആര് പ്രേമിക്കാനുണ്ട് ചേച്ചി? ഒരാളിങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ ഉടായിപ്പായിരുന്നു. ആണോ? അതെന്താ അവൾ അങ്ങനെ കാണിച്ച്? ആ സമയം അങ്ങനെ ചോദിച്ചപ്പോൾ കഥകൾ പറയാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കഥകൾ തന്നെ. ഒരു നല്ല ഇടിവെട്ടി ചേച്ചി അയ്യോ എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്ന കട്ടിലിൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു. ആ സമയം ഞാനത് ചിന്തിച്ചു, കുറച്ചു മുമ്പ് എൻ്റെ അടുത്തരികിൽ വന്നിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് പെട്ടെന്നൊന്ന് ഇടിവെട്ടിയൊന്ന് പേടിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നത് കണ്ടോ എന്നൊക്കെ ഞാനതിന് ചിന്തിച്ചു. ചേച്ചി അവള് ഭയങ്കര ഉടായിപ്പായിരുന്നു. കുടിച്ച വെള്ളത്തിൽ പോലും അവള് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പെണ്ണായിരുന്നു അവള്. ആഹാ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നിനക്ക് ചേരും. നീയും ഒരു പെരും കണ്ണനല്ലേ. അത് പറഞ്ഞ് ചേച്ചി എന്നെ നോക്കി ഒന്ന് ചിരിക്കുമ്പോ ഞാൻ ചേച്ചിയെ നോക്കി. പുറത്തെ മിന്നൽ ജനാലയിൽ നിന്നും അകത്തേക്ക് അടിക്കുമ്പോ ആ വെളുത്ത് ചുവന്ന പൂച്ചകണിയുടെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലേ പഠിക്കുമ്പോ? നീ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? പെൺപിള്ളാരോട് അങ്ങനെയൊന്നും ചോദിച്ചൂടാട്ടോ, അതും നിന്നേക്കാൾ 4 വയസ്സ് മൂത്ത ഒരാളോട്. അല്ല, ചേച്ചി നല്ല സുന്ദരി കുട്ടിയല്ലേ, അത് ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുമല്ലോ. എടച്ചക്ക, സൗന്ദര്യം മുഖത്തല്ല വേണ്ടത്, മനസ്സിലാണ്. നിന്റെ മനസ്സ് നല്ലതാണെങ്കിൽ നിനക്ക് നല്ലൊരാളെ കിട്ടുക തന്നെ ചെയ്യും. പിന്നെ പ്രേമിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എൻ്റെ ചിക്ക. ആ സമയത്ത് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ പ്രേമം നല്ലതല്ലേ എൻ്റെ കുട്ട. ചേച്ചി അത് പറയുമ്പോൾ ഞാനൊരു നിമിഷം ചിന്തിച്ചു, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നല്ലത് തന്നെയാണോ ചേച്ചി? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചേച്ചിയോട് ഞാൻ ചുമ്മാ ചോദിച്ചതാ. പുറത്തുനിന്നും മിന്നലും ഇടിയും രണ്ടും ഒരുപോലെ ഒന്നുകൂടെ തട്ടി. മീര ചേച്ചി അവിടെ കൈകൾ മുറുകെ പിടിച്ചു. പേടി തോന്നുമ്പോൾ ചിലപ്പോൾ ഞാനും ഇങ്ങനെയാണ്, കൈകൾ ഒന്ന് ചുരുട്ടി പിടിക്കും. സമയം അപ്പോഴേക്കും 11 മണിയായിരുന്നു. ചേച്ചി എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു ദയനീയത ഉണ്ടായിരുന്നു. എന്താടാ ഇതുവരെ അവർ വരാത്തത്? അത് ചിലപ്പോൾ ചേച്ചി മഴയായോണ്ട് എവിടെയെങ്കിലും കയറി നിന്നതാവും. ആ ഒരു സമയം ചേച്ചി ഒന്ന് എഴുന്നേറ്റ്
നനഞ്ഞ തുണിയെല്ലാം അവിടെ നിന്നും ഇവിടെയുമായിട്ട് വിരിച്ചിട്ടു. അതിൽ ഒരു ഡ്രസ്സ് കണ്ട സമയത്ത് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് മോഡേൺ ഡ്രസ്സ്. അത് ഇംഗ്ലീഷ് സിനിമയിൽ നായികമാർ മാത്രം ഇടുന്ന ആ ഒരു ഡ്രസ്സായിരുന്നു. ഞാൻ ആ സിനിമകളിൽ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ആ സമയം അത് കണ്ട നിമിഷം തന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് ആ ഡ്രസ്സൊന്നെടുത്ത് 2 കൈകളിലായി നിവർത്തി പിടിച്ചു. എടാ ചെക്ക, നീ എന്താ അതൊക്കെ എടുക്കാൻ പോകുന്നേ? അതെല്ലാം അവിടെ തന്നെ എടുത്തു വെച്ചേ, ഒന്നും എടുക്കാൻ പോണ്ട. ചേച്ചി, ഈ ഡ്രസ്സ് ചേച്ചിക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇംഗ്ലീഷ് സിനിമയില് നായികമാർ മാത്രം ഇടുന്ന ഡ്രസ്സാണ്. അത് കാണാൻ നല്ല ചേലാണ് ചേച്ചി. ഞാനത് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ തറപ്പിച്ച് നോക്കി. എടാ, അത് ഞാൻ രാത്രി കിടക്കാൻ നേരം മാത്രമേ ഇടാറുള്ളൂ. പകല് പുറത്തോട്ടിട്ടിറങ്ങിയ അമ്മ വഴക്ക് പറയും. അയ്യേ, എൻ്റെ ചേച്ചി ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കല്ലേ. ചേച്ചിക്ക് എന്താ ഇഷ്ടമെന്ന് തോന്നിയാൽ അതങ്ങ് ചെയ്യുന്നേ. ഞാനത് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എടാ, അതൊക്കെ ശരിയാകുമോ? നമ്മുടെ നാട്ടുകാരെ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. അതൊന്നും ശരിയാവില്ല എൻ്റെ ചെക്ക. എൻ്റെ ചേച്ചി ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം കേട്ടോ. പുറത്തൊക്കെ എത്ര ആൾക്കാരാണ് കേട്ടോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത്. അതും കാണാൻ ഒരു ചേലുമില്ലാത്ത ആളുകള്. അപ്പോൾ കാണാൻ കൊള്ളാവുന്ന ചേച്ചി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ആ, നീ ഒരുപാട് ലോകം കണ്ട ആളല്ലേ. നീ പുറത്ത് പോയി പഠിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവും കാര്യങ്ങളും ഒന്നും നിന്നെ പോലെ എനിക്കാവാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനൊരു പുഞ്ചിരിയോടെ ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ചേച്ചി ഒരു ദിവസം എൻ്റെ കൂടെ അങ്ങോട്ട് വാ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ചേച്ചിക്ക് തന്നെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കാണുന്നതൊക്കെ. അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാണാൻ നല്ല ചേലായിരിക്കും. അത് പറയുന്ന സമയത്ത് ചേച്ചിയുടെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതൊന്നും കഴിയാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്, ചില മനുഷ്യർ. അതേപോലെ ചേച്ചിയുടെ മുഖം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കെന്തോ ഒരു വിഷമം തോന്നി. പെട്ടെന്ന് ചെറിയൊരു അത്ഭുതത്തോടെ ചേച്ചിനോട് ചോദിച്ചു, എടാ, അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണോ അതോ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് മറുപടി പറഞ്ഞു, എൻ്റെ ചേച്ചി, ഇവിടുത്തെ പോലുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട്, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വ്യത്യസ്തമായുള്ള ഏജുകളുണ്ട്. അതായത് പെണ്ണിന് വയസ്സ് മൂക്കും, അതേപോലെ ചെക്കന് വയസ്സ് കുറവുള്ള ആൾക്കാരുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയൊക്കെ തന്നെ അവിടെയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ചേച്ചി. അപ്പം ചേച്ചി എന്നെ ഇങ്ങനെ നോക്കി. ആ, ചെക്കൻ ആൾ കൊള്ളാലോ, എല്ലാം പഠിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്കും ഒരു ദിവസം അവിടെയൊക്കെ വരണം, ആ കാഴ്ചകളൊക്കെ കാണണം. പിന്നെ എനിക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ്. നിന്റെ കൂടെയൊക്കെ എൻ്റെ കാര്യങ്ങളൊന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് അറിയില്ല മോനെ എന്നൊക്കെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ തിരിച്ചു ചേച്ചിയുടെ അടുത്ത് ഒരു മറുപടി എന്ന പോലെ പറഞ്ഞു, ചേച്ചി ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യണം, പിന്നെ ബസ്സിൽ യാത്ര ചെയ്യണം. 2 നിലയുള്ള ബസ്സുകളുണ്ട് എന്നൊക്കെ ചേച്ചിയെടുത്ത് ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ. അതിനുശേഷം പതുക്കെ അത് കുറയാൻ തുടങ്ങി. മഴയുടെ ആ ഒരു കാഠിന്യം കാര്യങ്ങളെല്ലാം കുറഞ്ഞു. ആ ഒരു സമയത്തായിരുന്നു വാതിലിൽ ആരോ ഒരാൾ മുട്ടുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ചേച്ചി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ചേച്ചി ആരോ വാതിൽ മുട്ടുന്നുണ്ട്. കറണ്ട് ആ ഒരു സമയത്തും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ഒരു സമയത്തും അങ്ങനെ നോക്കിയിരുന്നു, വാതിൽ തുറക്കണോ വേണ്ടായോ എന്ന്. ശേഷം ഞാൻ പതുക്കെ അവിടേക്ക് ചെന്നു, വാതിൽ തുറന്നു.
അത് ചേച്ചിയുടെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയും അച്ഛനുമായിരുന്നു. ഞങ്ങൾ ആ ഒരു നിമിഷം അവിടേക്ക് നോക്കി നിന്നു. ചേച്ചി പെട്ടെന്നൊരു ഹാപ്പിനെസ് മൂഡിൽ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് പരാതി പറയുകയും വിഷമം പറയുകയൊക്കെ ചെയ്തു. എന്താ ഇത്രയും വൈകിയത് എന്നൊക്കെ ചോദിച്ച് ആ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ചേച്ചിയെ നോക്കി നിന്നു. എന്തോ ചേച്ചി ആ നിമിഷം ഒരുപാട് ഹാപ്പിയായിരുന്നു. ഞാനും. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഇടുന്നതായിരിക്കും. അപ്പം കഥ കേട്ടിട്ടില്ലാത്തവരെ കേൾക്കുക.